Jesus, hallelujah. യേശുവേ അങ്ങേക്ക് സ്തോത്രം, അപ്പം അങ്ങേക്ക് സ്തോത്രം. ജീസസ് രക്തത്താൽ ശീകരിക്കപ്പെട്ട കുഞ്ഞാടുകളെ പറ്റി കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം, അപ്പം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ശീകരിക്കപ്പെട്ട കുഞ്ഞാടുകളെ പറ്റി കർത്താവേ അങ്ങേക്ക് സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചന ഘോഷിപ്പാൻ തക്കവണ്ണം വലിയനായ ദൈവം സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം നമുക്ക് ലഭ്യമായി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി തന്ന പ്രിയ സാജുബ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, 2024 ആണ്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എല്ലാവരും എത്തിയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്ന സമയം വളരെ സമീപമായിരിക്കുന്നു. ഇനി ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ജനുവരി മാസം മുതൽ ഇപ്പോൾ വരെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം നമുക്ക് വേണ്ടി അനേകം നന്മകളെ കർത്താവ് നമുക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ദൈവമക്കളെ, നമുക്ക് മരണം സംഭവിക്കാമായിരുന്നു, രോഗം തലടിയാക്കാമായിരുന്നു, എത്രയോ അപകടങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ചിരിക്കുന്നു. ആ കർത്താവിൻ്റെ കൃപയല്ലേ, ദൈവത്തിൻ്റെ സ്നേഹമല്ലേ, ദൈവത്തിന് നമ്മളോടുള്ള കരുതലല്ലേ എൻ്റെ പ്രിയരെ. ഇന്ന് രാത്രിയുടെ യാമത്തിലും അല്ലെങ്കിൽ രാത്രിയുടെ ഈ സന്ധ്യവേളയിലും കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. അതിനു മുൻപായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തമിഴ് ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ஆண்டவரின் ரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தர்கள் பிரியமானவர்களே, 2024 ஆண்டினுடைய கடைசி நிமிடத்திற்குள் நாம் வந்திருக்கிறோம். கடந்த சில மாதங்களாக தேவனாகிய கர்த்தர் நம்மளை கண்மணி போல பாதுகாத்தார். நிச்சயமாகவே அவருக்கு நன்றி நிறைந்த உள்ளத்தோடு தேவனை நாம் துதிக்க வேண்டும். ஆம் கர்த்தருடைய பிள்ளைகளே, நமக்கு யாவருக்கும் தெரிந்த ஒரு பாடல், ஒரு தமிழ் பாடல் ஒன்று நாம் பாடி தேவனை மகிமைப்படுத்துவோம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரியமானவர்களே, 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என் ஆண்டவர் சொன்னார். நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். பிரியமானவர்களே, எனக்குள் இருக்கிற தேவன் உங்களோடு பேச வல்லவராக இருக்கிறார். என்னோடு கூட பேசுகிற தேவன் உங்களோடு பேச வல்லவராக இருக்கிறார். பிரியமானவர்களே, ஜெபத்தோடு கூட கர்த்தருடைய சமூகத்தில் நம் அர்ப்பணிப்போடு கூட தேவனுடைய சமூகத்தில் வருவோமா? கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ஸ்தோத்திரம், ஸ்தோத்திரம், ஸ்தோத்திரம். பாவங்களை போக்கினார் நன்றி சொல்வேன், பயமதையை நீக்கினார் நன்றி சொல்வேன். பாவங்களை போக்கினார் நன்றி சொல்வேன், பயமதையை நீக்கினார் நன்றி சொல்வேன். பரிபுடனை நோக்கினார் நன்றி சொல்வேன், பாதகளை காட்டினார் நன்றி சொல்வேன். உண்மை அன்பு நீதியை உணர செய்த இயேசுவே, குலமாக பாடி நன்றி சொல்வே. நன்றி நன்றி என்னும் நன்றி சொல்வே, 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 நன்றி நன்றி என்னும் நன்றி சொல்வே,
எளியவரை நோக்கினால் நன்றி சொல்வேன், ஏழைகளை நேசித்த நன்றி சொல்வேன், அடிமகளின் சிலபடித்த நன்றி சொல்வேன், அடியானின் குரல் கேட்ட நன்றி சொல்வேன், ഒരുമ തരും നീതിയെ ഉണര ചെയ്ത യേശുവേ ആടിയെ പാടിയെ നன்றി சொல்வே, ഒരുമ തരും നീതിയെ ഉണര ചെയ്ത യേശുവേ ആടിയെ പാടിയെ നன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி 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 சொல்வே, என்னில் வந்த நாதனுக்கு என்னை காக்கும் தேவனுக்கு உற்சாக என்றும் நன்றி சொல்வே, வாழ்வளித்த வல்லலுக்கு வாழ்வளிக்கும் இயேசுவுக்கு வாய் என்று முழங்க நன்றி சொல்வே, நன்றி நன்றி என்னும் 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 நன்றி சொல்வே. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവേ അങ്ങയുടെ തിരുവചനവുമായി അടിയൻ കടന്നു വരും. വചനത്തിന് മുൻപിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടുകൂടെ, വേദനയോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ കർത്താവ് ഇന്നത്തെ വചനം പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്താൽ എല്ലാവരെയും കഴുകി മുദ്രയിടണം. വചനം ഘോഷിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണം കർത്താവേ. വന്നവർക്കായി സ്തോത്രം, വരുവാനുള്ളവർക്കായി സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. മറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളം കൊണ്ട് നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അപ്പച്ചൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിട്ടാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഒരല്പ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തന്നെ പ്രിയരെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചാൽ എന്നുള്ള ഒരു വിഷയമാണ് എൻ്റെ പ്രിയരെ. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 2024 ആണ്ടിന്റെ പ്രാരംഭ ദിവസം അഥവാ ഡിസംബർ 31 ലാസ്റ്റ് ഇയർ നമ്മൾ അന്നേക്ക് രാത്രി ചില തീരുമാനങ്ങൾ എടുത്തവരാണ്, ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞവരാണ്. ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലുള്ളവരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, നാം ദൈവസന്നിധിയിൽ, ദൈവ മുൻപാകെ, സഭ മുൻപാകെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നിവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രിയരെ, അങ്ങനെ ഏതെങ്കിലും കുറവുകൾ ദൈവ മുൻപാകെ നമ്മൾ പറഞ്ഞതിൽ നമ്മൾ ചെയ്തു തീർക്കാതെ പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ ദൈവം മുൻപാകെ അത് നമ്മൾ ചെയ്തു തീർക്കണം എന്നത് ഞാൻ ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2024 അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയരെ. വീണ്ടും പുതിയ നിയമങ്ങളും തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ നമ്മൾ എടുക്കേണ്ടുന്നവരാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നാം എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് ചെയ്തു തീർക്കണം. അങ്ങനെ ചെയ്തു തീർക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ മനുഷ്യർക്കും ക്ഷീണം ഉണ്ടാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലർക്കും പല വിധത്തിലാണ് ക്ഷീണം സംഭവിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ക്ഷീണിക്കുമോ? പ്രിയരെ, നമുക്ക് ആഴമായി വചനത്തിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 61 2 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു,
എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ സങ്കീർത്തനക്കാരന്റെ ഒരു വലിയ തീരുമാനമാണ് നമ്മുടെ കേട്ടത്. എന്താണ്? എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ തീരുമാനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നെഹമ്യാവിന്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയോട് കൂടിയാണ്. എന്നാൽ ആ നാളുകൾ അല്ലെങ്കിൽ ആ താളുകൾ മറിക്കുമ്പോൾ അറ്റകുറ്റപ്പണികൾ തീർന്ന അന്താഴങ്ങളും കൊളുത്തുകളും വെച്ച് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വലിയ പദ്ധതി, അത് പൂർത്തീകരിക്കാൻ ഹല്ലേലൂയ ശക്തനായി ദൈവത്തിന്റെ നിറവുകളെ നാം കണ്ടു. പ്രിയ ദൈവജനമേ, നാം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പൂർത്തീകരിപ്പാൻ ശക്തനായ ദൈവം നമ്മെ കൊണ്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾ പോലും എന്റെ പ്രിയരെ ദൈവം അത് അവഗണിക്കുന്നില്ല, മറിച്ച് ദൈവം അത് ശ്രദ്ധിക്കുന്നു എന്നത് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കിക്കൊള്ളണം. നാം ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവേ, എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ഇല്ലാതിരുന്നത്, എന്താ എനിക്ക് മറുപടി തരാതിരുന്നത് എന്ന് കർത്താവിനോട് പെറുപെറുക്കരുത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചെറിയ പ്രാർത്ഥന പോലും ദൈവം ശ്രദ്ധിക്കുന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. എന്നിട്ടോ ഹല്ലേലൂയ, നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ഭക്തൻ പ്രതിസന്ധികളെ മറികടക്കും ദൈവമക്കളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ചില സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ മല പോലെ കടന്നു വന്നു എന്ന് വരാം. ചില പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യേണ്ടി വരുന്നു. ഹല്ലേലൂയ. എന്നാൽ എന്റെ പ്രിയരെ, നിസ്സാരമായിട്ട് നമുക്കതിനെ മറികടക്കുവാൻ സാധിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ച് തുടങ്ങുക. ഹല്ലേലൂയ. അവന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം എത്ര പേര് ദൈവത്തോട് സംസാരിക്കും? എത്ര പേര് ദൈവത്തോട് ഓരോ കാര്യങ്ങൾ പറയുവാനായിട്ട് ഒരുങ്ങും? എന്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ, പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഞാൻ ഏകയായി ഞാൻ ഇരിക്കുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണെന്നറിയാമോ? കർത്താവിനോട് സംസാരിക്കാൻ വേണ്ടി. ഞാനോട് ട്രാവൽ ചെയ്യുമ്പോൾ പോലും ഒരുപാട് ഞാൻ സന്തോഷിക്കും. എന്നോട് ആരും സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമേ അല്ല. കാരണം എന്താ അറിയാമോ? ഞാൻ കണ്ണടച്ചങ്ങിരിക്കും. കണ്ണടച്ചിരുന്നിട്ട് ഞാൻ വലിയ സ്റ്റേജൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. ഒന്നുകിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ ഇറങ്ങുന്ന സമയമാകുന്നവരെയും പ്രാർത്ഥിക്കും. അതല്ലാത്ത പക്ഷം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ ഇങ്ങനെ വലിയൊരു പ്രസംഗമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചിങ്ങനെ അങ്ങ് പോകും. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിയ സ്റ്റേജൊക്കെ കണ്ട് ഇങ്ങനെ പ്രസംഗിച്ച് അങ്ങ് പോകും. ഞാൻ കിച്ചണിലാണെങ്കിലോ ഞാൻ എപ്പോഴും ഒന്നുകിൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എത്ര പേർക്ക് ഇതൊക്കെ ഇങ്ങനെ അനുകരിക്കുവാനായിട്ട് കഴിയുന്നു? എത്ര പേർക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നു? എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഏകനായി അല്ലെങ്കിൽ നാം ഏകയായി കാണപ്പെടുന്ന സമയം നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ അപ്പനോടല്ലാതെ വേറെ ആരോട് പറയുവാനുള്ളത്? ഹല്ലേലൂയ. ആകയാൽ എന്റെ പ്രിയരെ, നാം അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിലായി ഇഴുകിച്ചേരുമ്പോൾ നമുക്ക് ക്ഷീണം സംഭവിക്കുകയില്ല. നമുക്ക് ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ മറികടക്കുവാൻ ഹല്ലേലൂയ സ്വർഗം നമുക്ക് വലിയ ശക്തി തരും, വലിയ കൃപ തരും. എന്റെ പ്രിയരെ, വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 40-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയരെ ഈശാന മൂലൻ കാറ്റ് ആഞ്ഞടിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശാന മൂലൻ കാറ്റ് ആഞ്ഞടി
ആഞ്ഞടിക്കുന്ന 4 സൈഡിൽ നിന്നും ഹല്ലേലൂയ കുഞ്ഞേ തകർന്നു പോകാതെ നമ്മെ ബലപ്പെടുത്തുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ നമ്മുടെ മിടുക്കോ കഴിവോ നമ്മുടെ അന്തസ്തോ അഭിമാനമോ നമ്മുടെ ഡിഗ്രീസോ പ്രോപ്പർട്ടീസോ ഒന്നുമല്ല എന്റെ പ്രിയരെ നിങ്ങളെയും എന്നെയും നിലനിർത്തിയിരിക്കുന്നത്, ഇന്നും ജീവനോടെ വെച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ സ്നേഹമാ, ദൈവത്തിന്റെ കൃപയാ. ആ കൃപ ഒന്ന് മാത്രമായി എന്റെ പ്രിയരെ. ഇന്നും നമുക്ക് ആ കൃപ ഇല്ലാതെ പോയാൽ നിവർന്ന് നിൽക്കുവാൻ കഴിയുകയില്ല എന്നത് ഞാൻ വ്യക്തമായി നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ. എല്ലാം കർത്താവിന്റെ കൃപയാ. ആ കൃപ മാത്രമാ ഇന്ന് നാം ജീവനോടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ പറയുന്നു, ഞാൻ അത്യന്തം ക്ഷീണിച്ചു പോയിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്നപ്പോൾ, ക്ഷീണിച്ചു എന്നല്ല മറിച്ച് ഇനിയും ഇതിനേക്കാൾ വലിയ ക്ഷീണം ഉണ്ടാവുകയില്ല എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചുവോ? ഇന്ന് ഈ ഇപ്പോൾ ഓൺലൈനിലായിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഒരു ചെറിയ ക്ഷീണം നമുക്ക് തട്ടിയിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മുടെ ആത്മീക ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടോ? കുഞ്ഞേ, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട നാളിൽ, കർത്താവിനെ ഏറ്റുകൊണ്ട നാളിൽ, അഭിഷേകം പെറ്റ നാളിൽ, ഹല്ലേലൂയ കുഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ, അന്നുണ്ടായിരുന്ന കൃപകളും വരങ്ങളും ഇന്നും നീ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷീണം സംഭവിച്ചാൽ അതെ പ്രിയരെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നതാണ്. പ്രാർത്ഥിക്കുക. ദൈവമായിട്ട് ബന്ധം വേണം. ദൈവമായിട്ട് ഏത് സമയവും ഒരു ബന്ധം വേണം. എന്നെ അപ്പായെന്ന് വിളിച്ചാൽ അപ്പൻ ഇറങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് മുഖം മറയ്ക്കുവാൻ ഇടയാകരുത്. നീ കരയുമ്പോൾ നിന്റെ കരച്ചില് കാണുവാൻ കർത്താവ് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് കഷ്ട നേരങ്ങളിൽ കൂടെയുള്ള ഒരു കർത്താവിനെയാ നിങ്ങളും ഞാനും സ്തുതിക്കുന്നത്? എത്ര പേർക്ക് ഹല്ലേലൂയ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ക്ഷീണം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം. ദൈവ പൈതലെ, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം, നിലവിളിക്കണം, അപ്പന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കണം. ചിലർ ക്ഷീണം വന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? ദുഃഖം പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. അവർ ആരോടും മിണ്ടാറില്ല. ചിലർക്ക് ക്ഷീണം തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? അവർ അന്ന ദിവസം നല്ലതുപോലെ കിടന്നുറങ്ങും. ആ കാറ്റഗറിയിലുള്ളതാ ഞാനും. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചാൽ നന്നായിട്ട് കിടന്നുറങ്ങും. അന്നേ ദിവസം ആഹാരം പോലും എനിക്ക് ആവശ്യമില്ല. ഞാൻ അന്നേ ദിവസം ശരിക്കും കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ ഉറങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമായിരിക്കും ചിന്തിക്കുന്ന, അയ്യോ, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നുവല്ലോ എന്ന്. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങൾ, എന്നാൽ ചിലർക്ക് ക്ഷീണം തട്ടിയാൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? അയൽവാസികളെ വിളിച്ച് വിവരം പറയും. ചിലർക്ക് ക്ഷീണം തട്ടിയാൽ ചില സഹോദരിമാർക്ക് ക്ഷീണം തട്ടിയാൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? അമ്മ വീട്ടിൽ വിളിച്ച് പറയും. അമ്മയുടെ ഭവനത്തിൽ വിളിച്ച് പറഞ്ഞ് അവരെ കൂടെ തൊന്തരവ് ചെയ്ത് അവരെ ടെൻഷൻ അടിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒരു വ്യക്തിയിൽ ക്ഷീണം സംഭവിച്ചാൽ ചില വ്യത്യാസങ്ങൾ, ചില അടയാളങ്ങൾ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചാൽ എന്ത് ചെയ്യും? മടുപ്പ് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മടുപ്പ് സംഭവിക്കും. എന്താ മടുപ്പ് എന്ന് പറയുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എന്തിനാ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? എന്തിനാ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത്? എന്തിനാ ഞാൻ പെന്തക്കോസ്തിൽ ചേർന്നത്? എന്തിനാ ഞാൻ അഭിഷേകം പെറ്റത്? എന്തിനാ ഞാൻ ഉപവസിക്കുന്നത്? എന്തിനാ ഞാൻ സ്നാനപ്പെട്ടത്? ജീവിതത്തിൽ മടുപ്പ് പലരുടെയും ജീവിതത്തിൽ അങ്ങനെയാ. ഹല്ലേലൂയ. ഇന്നേക്ക് അനേകർക്കും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാൻ ഒരു അവജ്ഞ. അതെങ്ങനെയാ പറയുന്നത്? പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഗെറ്റ് ഔട്ട് ചെയ്യുമോ നീ? അപ്പൊ ഞാൻ അതൊന്നും പറയാറില്ല. ഇങ്ങനെ നീ കുഞ്ഞേ സഹോദരി എത്ര നാൾ നീ ഇങ്ങനെ മറച്ചു വയ്ക്കും നിന്റെ കർത്താവിനെ? ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ വചനം വ്യക്തമാക്കുമ്പോൾ നീ അറിഞ്ഞ സത്യത്തെ എങ്ങനെ നിനക്ക് മൂടി മറയ്ക്കുവാൻ കഴിയും? അതെങ്ങനെയാ? ഞങ്ങള് സമുദായത്തിന്റെ കെട്ടുപാടി നിൽക്കുന്ന ഞങ്ങൾക്ക് സ്നാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഭാ നേതാക്കന്മാർ ഞങ്ങളെ പുറത്താക്കും, ഗെറ്റ് ഔട്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ പലരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെയാ. പ്രിയ ദൈവ പൈതലേ,
മടുപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ദൈവമായിട്ടുള്ള നിന്റെ ബന്ധം അവിടെ കൊണ്ട് കട്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, നിന്റെ ഹൃദയം എവിടെയെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? നിന്റെ കുടുംബം, സാമ്പത്തിക മേഖല, നിന്റെ ആത്മീക മേഖല, ജീവിതം എന്നൊക്കെ ഹല്ലേലൂയ പ്രിയരെ എങ്ങും എത്താതെ പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ, എങ്ങും എത്തിയിട്ടില്ല എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയം എവിടെയോ ക്ഷീണിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയോ ക്ഷീണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, നിന്റെ ആത്മീക ജീവിതത്തിൽ എവിടെയെങ്കിലും ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ ഇന്ന് രാത്രികാലം കർത്താവുമായിട്ട് ഒരു അഭേദ്യ ബന്ധം സ്ഥാപിക്കുവാൻ നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ മടുപ്പ് സംഭവിക്കും. ജീവിതത്തിൽ ഒരു മുരടിച്ച അവസ്ഥയാണ് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ജീവിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോകും. ചിലർക്ക് ജീവിതം പോലും എന്തിനാ ജീവിക്കുന്നത്? ഹല്ലേലൂയ. ആ ജീവിക്കുവാനുള്ള ആഗ്രഹം പോലും പലർക്കും നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, യോനയ്ക്ക് തണലായിരിക്കേണ്ടതിന് ഒരു ആവണക്ക് ചെടിയെ ഹല്ലേലൂയ പെട്ടെന്ന് ദൈവം സൃഷ്ടിച്ചാക്കി. പക്ഷേ പെട്ടെന്ന് ഒരു നാൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു പുഴു ആ ആവണക്ക് ചെടി കുത്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു പുഴു ആവണക്ക് ചെടി കുത്തിക്കളഞ്ഞു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, യോന തിരിച്ചറിഞ്ഞത് വെയിൽ തന്റെ തലയിൽ തട്ടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പുഴു ഇറങ്ങി വന്നത് യോന അറിഞ്ഞില്ല. പുഴു കുത്തിക്കളഞ്ഞതൊന്നും യോന അറിഞ്ഞില്ല. യോന എപ്പോഴാ അറിഞ്ഞെന്നറിയാമോ? യോനയുടെ തലയിൽ വെയിൽ തട്ടിയപ്പോൾ ഹല്ലേലൂയ യോന അറിഞ്ഞു. സ്നേഹിത, ജീവിതത്തിൽ ചില പെരും നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയുന്നത് വെയിൽ തട്ടുമ്പോഴാണ്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്റെ മേലുള്ള അഭിഷേകം, കൃപകൾ നഷ്ടപ്പെടുന്നത് പെട്ടെന്നൊന്നും നീ അറിയുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. പെട്ടെന്നൊന്നും നീ അറിഞ്ഞെന്ന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ദർശനം നഷ്ടപ്പെട്ടത് പോലും നീ അറിയുന്നില്ല. നിന്റെ വിളക്കിലെ എണ്ണ, അതെ പ്രിയരെ, തീർന്നു പോയത് പോലും, അതെ ചോർന്നു പോയത് പോലും നീ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നീ അറിഞ്ഞിട്ടേ ഇല്ല. ആമേൻ. പ്രാർത്ഥന കുറഞ്ഞിട്ട് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് പോലും കുഞ്ഞേ നീ അറിയുന്നില്ല. നീ ഇന്ന് രാത്രികാലം നിന്നെ തന്നെ ഒന്ന് ശോധന കഴിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ, വെയിൽ തട്ടുമ്പോഴാണ് നീ അറിയുന്നത്, അയ്യോ പലതും എന്നിൽ നിന്ന് കുറഞ്ഞു പോയി എന്ന. പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, അഭിഷേകമുണ്ട്, അന്യഭാഷ വരമുണ്ട്, എല്ലാ കൃപകളും കയ്യിലുണ്ട്. പക്ഷേ എന്തോ ഒന്ന് കുറഞ്ഞു പോയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ, ആത്മിക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചുവോ കുഞ്ഞേ? ഇന്ന് രാത്രികാലം ഒന്ന് ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. സമർപ്പണത്തോടെ ആ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് താണിരിക്കുക. ഒന്ന് കർത്താവുമായിട്ടുള്ളൊരു ചോദ്യം കർത്താവിനോടൊന്ന് ചോദിച്ചാട്ടെ. ഹൃദയം തുറന്ന് ഒന്ന് ചോദിച്ചാട്ടെ, അപ്പാ ഞാൻ എവിടെയെങ്കിലും ക്ഷീണിച്ചു പോയോ? അപ്പാ, എന്റെ ആത്മീക ജീവിതത്തിൽ എവിടെയെങ്കിലും ക്ഷീണം തട്ടിയിട്ടുണ്ടോ? ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സമർപ്പണമുണ്ടപ്പാ? എന്നെ അത് ഉണർത്തണമേ. എന്റെ ആത്മീക ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവ് സംഭവിച്ചു എങ്കിൽ എന്നെ അത് ഉണർത്തണമേ എന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഹല്ലേലൂയ ആയിരിക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ യോന ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മരിച്ചാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരിച്ചാൽ മതിയായിരുന്നു എന്ന ജീവിക്കുവാനുള്ള
ഇഷ്ടം കുറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ ക്ഷീണം സംഭവിച്ചു, ഹൃദയത്തിൽ ക്ഷീണം സംഭവിച്ചു. പ്രിയ ദൈവ പൈതലേ, ഹൃദയത്തിൽ ക്ഷീണം സംഭവിക്കുമ്പോൾ ജീവിക്കുവാനുള്ള ആഗ്രഹം മാറിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവ ഭയത്തോടെ ആണോ ഈ നാളുകളായി ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന പലപ്പോഴും നീ ചിന്തിച്ചിട്ടില്ലേ? അതിൽ എന്നെ അങ്ങ് കെട്ടിയെടുത്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. അയ്യോ, എനിക്കിനി ജീവിക്കണമെന്നില്ല, എന്നെ അങ്ങ് എടുത്തേരപ്പാ, എനിക്ക് മതി. കടം കയറി നശിച്ചു, കുഞ്ഞുങ്ങളെ കൊണ്ട് തോറ്റു, ഭർത്താവിനെ കൊണ്ട് തോറ്റു, ഭാര്യയുടെ ഇഷ്ടമില്ലാത്ത മോശമായ നടത്ത് അല്ലെങ്കിൽ ജീവിതം, ആ ജീവിത രീതിയൊക്കെ കണ്ട് മടുത്തു. ജീവിച്ചാൽ ഇനി ജീവിക്കുന്നില്ല, മടുത്തു, മരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അനേകരോട് ഇന്ന് രാത്രികാലം ദൈവത്തിന് പറയുവാനുള്ളത്, കുഞ്ഞേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചോദിക്കുവാനുള്ളത്, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ക്ഷീണം തട്ടിയോ? ഹല്ലേലൂയ. എങ്കിൽ അറിഞ്ഞുകൊള്ളുക, നിന്റെ ഹൃദയത്തിൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്നു എങ്കിൽ ആമേൻ, ഭൂമിയുടെ അറ്റത്ത് നിന്ന് നീ വിളിച്ചപേക്ഷിക്കണം, കർത്താവിനോട് കരയണം, നിലവിളിക്കണം. തകർന്നു പോകുവാൻ എൻ്റെ അപ്പാ എന്നെ ഇടയാക്കരുതേ എന്ന ദൈവത്തോട് നിലവിളിക്കണം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 30-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയാമോ എൻ്റെ പ്രിയരെ? അവിടെ ഇങ്ങനെയാണ്, സിക്ലാഗിലേക്ക് മടങ്ങി വന്ന ദാവീദിന്റെ മുൻപാകെ അമാലേക്യർ വന്ന് സിക്ലാഗിനെ ചുട്ട് നശിപ്പിച്ച സകലത്തെയും പിടിച്ചു കൊണ്ടുപോയി. എന്നാൽ സകലരും കരഞ്ഞ് ബലമില്ലാത്തവരായി തീർന്നു എന്ന്. എന്നാൽ ഇവർ അമാലേക്കിനെ പിന്തുടർന്ന ബസോർ തോട്ടിനരികിലെത്തി. പ്രിയരെ, ഇവർക്കൊരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അവരുടെ കൂടെയുണ്ട്. അമാലേക്കിനെ പിടിക്കും, സിക്ലാഗിനെ പുനർനിർമ്മിക്കും. ഹല്ലേലൂയ. സിക്ലാഗിൽ നഷ്ടപ്പെട്ടത് മടക്കി കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രത്യാശ അവരുടെ ജീവിതത്തിലുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ബസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ച് 200 പേർക്ക് ആ ബസോർത്തോട് കടന്നു പോകുവാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് ക്ഷീണം സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചു. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? ഇവർ ക്ഷീണിച്ചു പോയി സഹോദരങ്ങളെ. ബസോർത്തോട്ടിനരികിൽ വരുമ്പോൾ ഹല്ലേലൂയ, കാലുകൾ വിറച്ചിട്ട് പുറകിലേക്ക് അവർ പോകുവാനായിട്ട് തുടങ്ങി. ഒരു സ്റ്റെപ്പ് കൂടെ അവർക്ക് മുൻപോട്ട് വെക്കുവാൻ കഴിയാതെ അവർ ക്ഷീണിതരായി കാണപ്പെട്ടു. 200 പേർക്ക് ബസോർത്തോട് കടന്നു പോകുവാൻ കഴിഞ്ഞില്ല. അവരിൽ ക്ഷീണം തട്ടി. പ്രൈസ് ദി ലോർഡ്. എന്താ സഹോദര പറ്റിയത്? എന്താ സഹോദരി പറ്റിയത്? ഹൃദയത്തിൽ എവിടെയോ ക്ഷീണം പറ്റിയതാ, എവിടെയോ ക്ഷീണം സംഭവിച്ചതാ. ആത്മീക ജീവിതം പുറകിലേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മീക ജീവിതം അതാ പുറകിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ക്ഷീണം സംഭവിച്ചാൽ ചില പ്രതിസന്ധികൾ മറികടക്കുവാൻ ഹല്ലേലൂയ ബലം നഷ്ടപ്പെട്ടു പോകും. ക്ഷീണം സംഭവിച്ചു പോയാൽ അവൻ, പ്രിയ ദൈവ പൈതലേ, പ്രതിസന്ധിയെ കണ്ട് നീ ഭയപ്പെടും, നീ അധൈര്യപ്പെട്ടു പോകും. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഭൂമിയുടെ അറ്റം വരെ നിന്റെ കാലടികൾ വെച്ചിട്ടും ഒരു നന്മയും കണ്ടില്ല എന്ന് ചിന്തിക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് തകരുമ്പോൾ, ദൈവമേ ഹല്ലേലൂയ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. എത്ര പേർക്ക് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സമർപ്പണമുണ്ട്? കർത്താവേ,
എന്റെ ആത്മീക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പാ എന്നെ ബലപ്പെടുത്തണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? നമ്മുടെ അപ്പന്റെ കരം കുറുതായി പോയിട്ടില്ല കുഞ്ഞേ. ഹല്ലേലൂയ. ചെവി മന്ദമായി പോയിട്ടില്ല എന്നതാ നാം അറിഞ്ഞു കൊള്ളണം. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏത് നേരത്തിലും നമുക്ക് മറുപടി തരുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നവനാണ്. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 31-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ ആയുസ് ദുഃഖം കൊണ്ട് എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, വിശ്വാസത്തിന്റെ ബലമോ പ്രാർത്ഥനയുടെ ബലമോ ആത്മാവിന്റെ ബലമോ എവിടെയാണ് ക്ഷീണം സംഭവിച്ചത് എന്ന് ഇന്ന് രാത്രികാലം നാം ചിന്തിച്ചു കൊള്ളണം. എവിടെയാണ് ഹല്ലേലൂയ നമുക്ക് കുറവ് സംഭവിച്ചത്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചത് എന്ന് നാം ചിന്തിച്ചു കൊള്ളണം. ഇവിടെ യോനയോട് ഹല്ലേലൂയ നിനക്ക് എവിടെയാണ് ക്ഷീണം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ യോന പറയുന്ന ഒരു മറുപടി ഉണ്ടാവും. എന്താണെന്ന് അറിയാമോ? എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയി. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയി. ദൈവഹിതത്തിന് അന്യമായി തീർന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതിന് വിപരീതമായി യോന ചെയ്തത് കൊണ്ട് ദൈവത്തിൽ നിന്നും താൻ അകലപ്പെട്ടു പോകുന്നു. അന്യമായി തീർന്ന ഒരവസ്ഥ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പിഴയാണ് എന്റെ ഹൃദയം ക്ഷീണിപ്പാൻ കാരണമായത് എന്ന് യോന വ്യക്തമായി വിളിച്ചു പറയും. എന്റെ പ്രിയ സഹോദരങ്ങളെ, സമർപ്പണത്തോടെ പറഞ്ഞാട്ടെ, യേശുവേ എന്റെ അകൃത്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ക്ഷീണാവസ്ഥയിൽ എത്തിയത് എന്ന അനുഭവം വ്യക്തമായി ദൈവസ്ഥാനത്തിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ച് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് വിളിച്ചു പറയാം. സങ്കീർത്തനം 6:7 പറയുന്നു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എന്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരനോട് ചോദിക്കാം, എന്താ ഇങ്ങനെ ക്ഷീണിച്ചു പോയതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ എന്ത് പറയുന്നറിയാമോ? എന്നെ വേട്ടയാടിയ ശത്രുക്കൾ ഹല്ലേലൂയ നിന്ന കൊണ്ടും അപവാദം കൊണ്ടും സംഘടനാ ബലം കൊണ്ടും സാമ്പത്തിക ശക്തി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും എന്നെ വേട്ടയാടിയ തന്ത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിരന്തരമായി ശത്രുവിന്റെ ഉപദ്രവങ്ങളിൽ വേട്ടയാടപ്പെട്ടാൽ എന്റെ പ്രിയരെ ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. പല വ്യക്തി ജീവിതങ്ങളിൽ ഇന്നയ്ക്കും നിന്നയ്ക്കും അപമാനത്തിനും പാത്രമായി തീർന്ന അനേകം വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ചോദിക്കുവാനുള്ളത്, കുഞ്ഞേ നിന്റെ ആത്മീക ജീവിതത്തിൽ ക്ഷീണം തട്ടിയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പല വിധത്തിൽ നീ വേദനപ്പെടുകയാ. പക്ഷേ നീ സമർപ്പണത്തോടെ ഇന്ന് രാത്രികാലം വചനത്തിന്റെ മുൻപിൽ താണിരിക്കുന്നു എങ്കിൽ നിന്റെ ക്ഷീണം എവിടെ തട്ടിയോ അവിടെ നിന്നെ കര പിടിച്ച് ഉയർത്തി നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ നിന്ന മാറും, നിന്റെ അപമാനം മാറും. നിന്നെ ആരൊക്കെ നിന്ദിച്ചിട്ടുണ്ടോ അവരുടെ മുൻപിൽ ഹല്ലേലൂയ തല നിവർന്നു നിൽക്കുവാൻ ദൈവം ഇടയാക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവം നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവ പൈതലേ, സാമ്പത്തിക പ്രതിസന്ധികൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശത്രു വേട്ടയാടുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോയേക്കാം. ഹല്ലേലൂയ. തലയ്ക്ക് മേലെ വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക എന്ന് നാം ചിന്തിക്കുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, ദൈവം നിനക്കായി വഴി തുറക്കും. നിന്റെ മുൻപിൽ സകല വഴികളും അടഞ്ഞു എന്ന നീ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് ദൂതനെ പറഞ്ഞയക്കും. ഹല്ലേലൂയ. ഹാഗറിന്റെ മുൻപിൽ പ്രൈസ് ദി ലോർഡ് സകല വഴികളും അടഞ്ഞപ്പോൾ ഹാഗർ നിലവിളിച്ചു, അവളുടെ കുട്ടിയും നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവം ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടു, കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു ഹാഗറിനെ വിളിച്ചു, ഹാഗരേ നീ നിലവിളിക്കുന്നത് എന്താണ്?
കുട്ടി കിടക്കുന്ന ഇടത്ത് ഒരു നീരുറവയെ ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കുട്ടി കിടക്കുന്ന ഇടത്ത് ഒരു നീരുറവയെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയാ ദൈവം നമ്മളെ താങ്ങുന്നത്. ദൈവം ഇങ്ങനെയാ കരുതുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ ക്ഷീണിച്ചു പോയെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട സഹോദര. നീ ക്ഷീണിച്ചു പോയെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട സഹോദരി. ഹല്ലേലൂയ. കർത്താവ് നിന്നെ കരം പിടിച്ചുയർത്തി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാ. ആ ദൈവത്തിന് മുൻപിലല്ലേ നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം ക്ഷീണിച്ചവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രികാലം മരവിച്ചവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ മടുപ്പ് സംഭവിച്ചവർ, തകർന്നു പോയവർ, മടുത്തു പോയവർ, ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്, അരുമനാഥന്റെ മുഖത്തേക്ക് നോക്ക്, കർത്താവിന്റെ പൊന്നു പാദപീഠത്തിലേക്ക് ഒന്ന് താണിരിക്കുക. ഹല്ലേലൂയ. രോഗത്താൽ ബാധിക്കപ്പെട്ട കുഞ്ഞേ, ഹല്ലേലൂയ, നിന്റെ രോഗം കാരണം ഹല്ലേലൂയ കുടുംബത്തിലുള്ള എല്ലാവരും കഷ്ടപ്പെടുകയാ. ഈ രോഗമുണ്ട് എന്ന് പലരോടും വിളിച്ചു പറയുവാൻ കഴിയാതെ, കുടുംബത്തിൽപ്പെട്ടവരുടെ മുൻപിൽ പോലും ഒരു അപമാനമായി, ഒരു നിന്ദാപാത്രമായി കാണുമ്പോൾ അപ്പാ ഒന്ന് നിലവിളിച്ചു തുടങ്ങ. കർത്താവേ, ഈ രോഗം ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ. ഈ രോഗത്താൽ ഞങ്ങൾ ഭാരപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം മരവിച്ചു പോയപ്പ എന്ന് ഓർത്ത് ഭാരപ്പെടുന്നവർ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സമർപ്പിച്ചു തുടങ്ങ. നിന്റെ ക്ഷീണം എവിടെ തട്ടിയോ അവിടെ നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, നമുക്കായി അടയാളങ്ങളെ ചെയ്യുന്നവൻ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഗിദെയോന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, പ്രിയരെ, ഗിദെയോൻ പരാക്രമശാലിയാണ്. ദൈവിക ബലത്തോട്, പ്രൈസ് ദി ലോർഡ്, അയക്കപ്പെട്ടവനാണ് ഈ ഗിദെയോൻ. എന്നാൽ ദർശനം പ്രാപിച്ച ഗിദെയോൻ, പ്രൈസ് ദി ലോർഡ്, പക്ഷേ നിരന്തരമായ ശത്രുവിന്റെ ഉപദ്രവങ്ങളാൽ, പ്രൈസ് ദി ലോർഡ്, താനും കൂടെയുള്ള 300 പേരും ഹല്ലേലൂയ ദൈവ പൈതലെ ക്ഷീണിച്ചു പോയി എന്ന് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. എന്നാൽ മിദ്യാന്റെ രാജാക്കന്മാർ പിന്തുടരുമ്പോൾ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചു. നിരന്തരമായി മിദ്യാന്റെ പടയിൽ നിന്നും പോരാട്ടങ്ങൾ, പ്രതിസന്ധികൾ അവർക്ക് നേരിട്ടപ്പോൾ അവർ അവിടെ ക്ഷീണിച്ചു പോകുന്നത് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായ പൈശാചിക പോരാട്ടങ്ങളും നിരന്തരമായ യുദ്ധങ്ങളും കടന്നു വരുമ്പോൾ ഒരു പക്ഷേ നാം ക്ഷീണിച്ച് പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നാം ക്ഷീണിച്ചു പോയേക്കാം. എന്നാൽ ദൈവ പൈതലെ, നിന്റെ ജീവിതം നിരാശയിൽ അവസാനിക്കേണ്ടതല്ല എന്നത് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ക്ഷീണാവസ്ഥയിൽ മടുത്തു പോകേണ്ടുന്ന വ്യക്തി അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയോ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആ യേശുവിന്റെ അരികിലേക്ക് ഒന്ന് കടന്നു വാ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, അവൻ നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കും. അവൻ നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. പാപങ്ങൾ മോചിച്ചു തരുന്ന ഒരു കർത്താവിനെയാ നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവ പൈതലെ, ഹല്ലേലൂയ, വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ ഹല്ലേലൂയ 9-ാമത്തെ വാക്യം ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവർ നിലത്തിലെ അനുഭവം ഇല്ലായ്കയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. നിലത്തിൽ വിളവ്, വിളവ് ഇല്ലാത്തത് കൊണ്ട് ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥ കാണുവാൻ കഴിയുന്നു. നിലത്തിലെ അനുഭവം ഇല്ല. എന്റെ പ്രിയരെ, 30 ദിവസം ജോലി ചെയ്യും, 30 അല്ലെങ്കിൽ 1 മാസം ജോലി ചെയ്യും, 1-ാം തീയതി സാലറി വാങ്ങിക്കും, 5 വരെയൊക്കെ കഷ്ടിച്ച സാലറി കയ്യിൽ കാണും. 7-ാം തീയതി വരുമ്പോഴേക്കും മൊത്തം തീരും. 10-ാം തീയതി എന്ത് ചെയ്യും? ആരോടെങ്കിലും കടം വാങ്ങിക്കും. ഈ കാശൊക്കെ എങ്ങോട്ട് പോകുന്നതാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങോട്ടാ ഈ കാശെല്ലാം, പണം എങ്ങോട്ടാ പോകുന്നത്? ഒന്നിനും കണക്കില്ല. എങ്ങോട്ട് പോകുന്നതെന്ന് പറയുവാൻ കഴിയുന്നില്ല. കാരണം എന്റെ പ്രിയരെ, സമ്പാദിക്കുന്നതെല്ലാം നഷ്ടമാകുന്നു, ചോർന്ന് പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിനക്ക് ക്ഷീണം തട്ടിയാൽ നിലത്തിലെ അനുഭവം ഇങ്ങനെ തന്നെയാ. അധ്വാനത്തിന് ഒരു കുറവുമില്ല. 24 മണിക്കൂറും കഷ്ടപ്പാട് മാത്രമാണ്. കഷ്ടപ്പെടുന്ന എല്ലാ ദിവസവും കഷ്ടപ്പാടാം. പക്ഷേ നല്ല റിസൾട്ട് ഇല്ല, പ്രതിഫലമില്ല, അല്ലെങ്കിൽ നല്ല അനുഭവമില്ല, വിളയില്ല. പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ?
പരിശ്രമത്തിന് കുറവുണ്ടോ? എന്റെ പ്രിയരെ, എല്ലാം ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ആമേൻ, ഹല്ലേലൂയ. ഒന്നും നടന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പ്രയത്നങ്ങൾ വൃഥാവാകുമ്പോൾ ക്ഷീണിച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകർന്നു പോകുന്ന ഒരവസ്ഥ. അധ്വാനിക്കുന്ന ദൈവ പൈതലേ, അധ്വാനത്തിന് ഫലമില്ലാതെ വരുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഹൃദയം ക്ഷീണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോൾ നോക്കിയാലും ആശുപത്രി എന്ന ഹോസ്പിറ്റൽ എന്ന കാശ് ചെലവ് എങ്ങോട്ടാ പോകുന്ന വലിച്ചെറിയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു 10 പൈസ പോലും സമ്പാദിക്കുവാൻ, മിച്ചമുണ്ടാക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. മുമ്പൊക്കെ ഹല്ലേലൂയ ഇവിടെ എത്രയോ ചെലവ് ചെയ്യുമായിരുന്നു, എന്തൊക്കെയോ നമ്മൾ ചെയ്തെടുക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ശമ്പളം വാങ്ങിയാൽ ഒന്നുമില്ല, ഒരു പൈസ പോലും മിച്ചമില്ല. ഇന്ന് രാത്രികാലം കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ആത്മീക ജീവിതത്തിൽ എവിടെയെങ്കിലും ക്ഷീണം സംഭവിച്ചിട്ടോ ഉണ്ടോ എന്ന് ഹല്ലേലൂയ നമ്മെ തന്നെ ശോധന കഴിക്കണം. ആകയാൽ ഹല്ലേലൂയ ദൈവ പൈതലേ, നിലത്തിലെ അനുഭവം ഇല്ലായികയാൽ ഹല്ലേലൂയ ക്ഷീണിച്ച് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അകൃത്യം കൊണ്ടാണോ നീ ക്ഷീണിച്ചത്? ഹല്ലേലൂയ. വേട്ടയാടുന്ന ശത്രുവിനെ കൊണ്ടാണോ നീ ക്ഷീണിച്ചു പോയത്? ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്. ഹല്ലേലൂയ. കടന്നതൊക്കെ, നടന്നതെല്ലാം നടന്നു പോകട്ടെ, എല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ, എന്റെ ആത്മീക ജീവിതത്തിൽ എവിടെയാണ് കുറവ് സംഭവിച്ചത്? എവിടെയാണ് ക്ഷീണം സംഭവിച്ചത്? അപ്പാ, യഥാർത്ഥമായിട്ട് എനിക്ക് അങ്ങേ ആരാധിക്കണം. കർത്താവിനെ എനിക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ആരാധിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് വേണം. കർത്താവിനെ സഹായിക്കണമെന്ന് ഒന്ന് പറഞ്ഞാട്ടെ, ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഭൂമിയുടെ അറ്റം വരെ എത്തി. ഒരു മനുഷ്യൻ അറ്റം വരെ എത്തണമെങ്കിൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ദാവീദിനോട് നമുക്ക് ചോദിക്കാം. ദാവീദ് പറയും, എന്താ ദാവീദേ ഭൂമിയുടെ അറ്റം വരെ പോയത് എന്ന് ചോദിച്ചാൽ ദാവീദ് പറയും, ഹല്ലേലൂയ, എനിക്ക് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അഭിഷേകം നഷ്ടപ്പെട്ട ഒരു അധികാരി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ പോയാലും എന്നെ പിന്തുടർന്നവൻ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഓടി ഭൂമിയുടെ അറ്റത്തെത്തി. പ്രൈസ് ദി ലോർഡ്. അവസാനം ഞാൻ ക്ഷീണിച്ചു പോയി. ആമേൻ, ഭൂമിയുടെ അറ്റത്തെത്തി, അവസാനം ഞാൻ ക്ഷീണിച്ചു പോയി. ഈ സമയം ഹല്ലേലൂയ ഞാൻ നിലവിളിച്ചു. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആമേൻ, എന്നെ അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ എന്ന് ഞാൻ നിലവിളിച്ചു. ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോത്തിനോട് ചോദിച്ചാൽ ലോത്ത് പറയും, ആമേൻ, ഇനി പർവ്വതം ബുദ്ധിമുട്ടാ, ഇനി വയ്യ, ഇനി ഓടാനുള്ള ശക്തിയില്ല, പർവ്വതം ബുദ്ധിമുട്ടാണെന്ന് പറയും. ജോസഫിന്റെ കുടുംബം പോലെ ദൈവ പൈതലേ, അപ്പനോ സഹോദരന്മാർക്കോ വന്നേക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കും ദൈവ പൈതലേ. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സഹോദരങ്ങളെ, നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നീ മരണിച്ചു പോകരുത്. ജീവിതത്തിൽ നീ മടുത്തു പോകരുത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും നിന്റെ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ദൈവ പൈതലേ, നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ നാളുകളായി ദൈവത്തിന് വേണ്ടി സത്യത്തിലും ആത്മാവിലും ഒന്ന് നിലകൊള്ളുക. ഒന്ന് ഇറങ്ങി വാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, വിശ്വസിക്ക്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ഇല്ല. അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പന്റെ സ്നേഹവും അപ്പന്റെ കരുതലും നമ്മൾ അനുഭവിക്കുന്നവരാ. ഏത് നിമിഷവും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ദൈവിക സാന്നിധ്യത്തിന് മറവിലായിരിക്കണം നാം ഓരോരുത്തരും എന്നത് ഞാൻ ഇന്ന് രാത്രികാലം വിളിച്ച് പറയട്ടെ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഉറപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവമായിട്ടുള്ളൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇത് പറയുമ്പോൾ എന്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭവനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പിതാവ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. പല രാത്രിയുടെ യാമങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ദൈവ ഉറങ്ങുവാൻ കിടന്നാൽ നല്ല ഉറക്കത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും. നല്ല ദർശനം കാണും, നല്ല വെളിപ്പാടുണ്ടാകും. അന്യഭാഷയൊക്കെ പറയുന്ന രാത്രികളിൽ ഞങ്ങൾ കേൾക്കാം.
കിടക്കാറുണ്ട്. ആ സമയം ഞങ്ങൾ ഹാലലി ദൈവമക്കളെ 6 മക്കളാ, 6 മക്കളും ഞങ്ങൾ എഴുന്നേൽക്കും. ഞങ്ങൾ എവിടെയൊക്കെ കിടന്നുറങ്ങുന്നു എല്ലാരും ചാടി എഴുന്നേൽക്കും. എന്നിട്ട് ഹാലലി ദൈവമക്കളെ അനങ്ങാതിരിക്കും. അങ്ങനെ തുടർന്ന് അന്യഭാഷ പറയുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കത്തില്ല, ആ സമയം വിളിക്കത്തില്ല. കാരണം ഒരു പക്ഷേ ദർശനമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേജിൽ പ്രസംഗിക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾ അനങ്ങാതിരിക്കും. അതെല്ലാം കഴിയുന്നുണ്ട് ഞങ്ങൾ വിളിച്ച് ഞങ്ങളുടെ പപ്പയുടെ ചോദിക്കും, എന്താണ് ഇപ്പോൾ എവിടെയായിരുന്നു ചോദിക്കും. പറയും, ഞാനൊരു വലിയ ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്ന് പറയും. എന്റെ പ്രിയരെ, പല രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഹാലലി നോഹയിൻ കുടുംബം പോലെ 8 പേർ അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ 8 പേരും ഒരുപോലെ എഴുന്നേറ്റിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, നിലവിളിക്കുമായിരുന്നു. ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹാലലി എന്റെ മാതാപിതാക്കളുടെ പാട്ട് 2 മണിക്ക് അവർ എഴുന്നേറ്റ് പാടുവാൻ തുടങ്ങിയാൽ എന്റെ പ്രിയരെ, ഹാലലി ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ദേശത്ത് ഹാലലി ദൈവമക്കൾ എല്ലാവരും ആ പാട്ട് കേട്ടുകൊണ്ടാ ഉണരുന്നത് തന്നെ. ഒരു ദിവസം അവരുടെ പാട്ടിന്റെ ശബ്ദം കുറഞ്ഞു പോയാൽ അടുത്ത ഉള്ള അയൽവാസികൾ ചോദിക്കുമായിരുന്നു, ഇന്ന് പാട്ട് കേട്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുകയും ശബ്ദമുയർത്തി പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, അങ്ങനെ പാടിയും പ്രാർത്ഥിച്ചും ഹല്ലേലൂയ ജീവിച്ചത് കൊണ്ട് ഹല്ലേലൂയ ദൈവമായിട്ടൊരു ബന്ധം ഹല്ലേലൂയ ഞങ്ങളുടെ മാതാപിതാക്കൾ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ 6 പേരുടെയും കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കുടുംബങ്ങൾ ഇന്നേക്ക് 6 സ്ഥാനത്ത് അല്ലെങ്കിൽ ദേശത്തിന്റെ നാനാഭാഗത്തായിരിക്കുന്നു. എങ്കിലും ദൈവത്തെ അറിയുന്നതിൽ ഹല്ലേലൂയ ഞങ്ങളുടെ പിതാവിന്റെ ഒരു വലിയ, ആ പിതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ വലിയ ദൗത്യം, ആ ഒരു മാർഗത്തിലൂടെ ഇന്നും ഞങ്ങളുടെ 6 പേരുടെയും കുടുംബങ്ങൾ ഇന്നും കടന്നു പോകുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുവാൻ കഴിയും. കാരണം ഞങ്ങളുടെ പിതാവ് ഇന്നേക്ക് കർത്താവിൽ നിദ്ര പ്രാപിച്ച് 8 വർഷം കഴിഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നും ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. ദൈവമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മൂത്ത പൈതൽ ഹല്ലേലൂയ ബാംഗ്ലൂരിന്റെ പ്രദേശത്ത് അവൻ ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്നു. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ അവൻ മിക്കവാറും ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ, എന്തെങ്കിലും ദർശനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്നെ ആ സമയഭേദം കൂടാതെ വിളിക്കും, മമ്മി ഞാൻ ഇന്നതുപോലെ കണ്ടു, ഞാൻ ഇന്ന ഒരു ദർശനം കണ്ടു എന്ന് പറയുകയുണ്ടാവും. ഹല്ലേലൂയ ദൈവമക്കളെ, ആ സമയം പോലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല ദൈവമക്കളെ, ഏത് നിമിഷവും ഹല്ലേലൂയ വയസ്സിപ്പോൾ അവന് 27 വയസ്സ് റണ്ണിങ്ങിൽ ഇരിക്കുന്നു. എന്നാൽ ദൈവമക്കളെ, ഈ പ്രായത്തിലൊക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ സഹോദരന്മാർ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വലിയ കൃപ എന്ന് വേണം പറയുവാൻ. പൈതൽ എപ്പോഴും പ്രൈസ് ദി ലോർഡ് വചനവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. ഏത് നിമിഷവും വചനത്തിൽ നിന്ന് ഏത് കാര്യം ചോദിച്ചാലും അവൻ അതുപോലെ പറയുവാൻ അവന് ദൈവം ഉയർത്തി മാനിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ അവൻ വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചിട്ട് ഹല്ലേലൂയ ദൈവമക്കളെ, അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു ദൈവദാസൻ പോലും പറയാൻ കഴിയാത്ത തരത്തിൽ അവനത് ബൈഹാർട്ടാണ്. അവൻ എന്നോട് പറയും, എന്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചതാ. ഞാനിങ്ങനെ നേരങ്ങളിൽ ഞാൻ അകപ്പെട്ടു പോകുമ്പോൾ എങ്ങനെ പഠിച്ചു പോലെ ഇതൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ എന്നോട് പറയും, മമ്മി ഇതെല്ലാം എന്റെ കർത്താവിനെ നേരിൽ പഠിപ്പിച്ചതാ. കാരണം ഏത് നിമിഷവും വചനവുമായിട്ടുള്ള ഒരു ഇരിപ്പ് അവന് ഒരു നിമിഷം കൂടെ കിട്ടിയാൽ ഹല്ലേലൂയ ദൈവമക്കളെ, അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ഏതാണ്ട് 39 കിലോമീറ്റർ യാത്ര ചെയ്താണ് എന്റെ കുഞ്ഞ് ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. തന്നെ ഒരു ഞായറാഴ്ച ആരാധന പോലും നഷ്ടപ്പെടുത്താതെ അവൻ ആരാധനയുള്ള ബന്ധത്തിലായിരിക്കും. അവൻ ഈ റോഡിന് വരുമ്പോൾ പോലും ശനിയാഴ്ച അവൻ പോകും. കാരണം എന്താ? അവൻ പറയും, എന്റെ തിരുവത്താഴം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, നാളെ എനിക്ക് ആരാധനയ്ക്ക് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ പോകും. ഒരു ദിവസം പോലും ഞായറാഴ്ച ദിവസം ഇവിടെ കാണത്തില്ല. കാരണം അവിടുത്തെ ആരാധനയിൽ അവൻ പങ്കെടുക്കണമെന്ന് പറയും. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു ചോദിച്ചാൽ, ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന പ്രിയരെ, പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപായി ദൈവമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ വേണം. തളർന്നു പോകുന്ന അവസ്ഥ